കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വഴി പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഇതിനേക്കാളും എളുപ്പം നമുക്ക് കരുനാഗപ്പള്ളി KSRTCന്ന് ഡയറക്റ്റ് ബസ് കൊട്ടാരക്കരക്കുണ്ട്. പക്ഷേ ട്രെയിനിൽ പോകാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ട്രെയിൻ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം രാവിലെ 7:37 ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റിക്കാണ് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ട്രെയിൻ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടും അത്യാവശ്യം നല്ല തിരക്ക് അതിനുള്ളത് കൊണ്ടും പിന്നാലെ വന്ന വഞ്ചിനാട് എക്സ്പ്രസ്സിന് ഞങ്ങൾ കയറി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് മധുരൈ പുനലൂർ എക്സ്പ്രസ് പിടിച്ചിട്ട് വേണം നമ്മൾ കൊട്ടാരക്കരക്ക് പോകാൻ. ഞങ്ങൾ വഞ്ചിനാട് എക്സ്പ്രസ് എത്തലും ഞങ്ങൾ അതിലേക്ക് ചാടി കയറലും ഒരുമിച്ചായിരുന്നു. ഏകദേശം ഒരു 10 മണിയെല്ലാം ആയിക്കൊണ്ട് ഞങ്ങൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വഴി നോക്കിയപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് നടന്നാൽ നമുക്ക് അമ്പലത്തിലേക്ക് എത്താം. പക്ഷെ അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് പോയത്. ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായ, ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പേര് മണികണ്ഠേശ്വരം ശിവക്ഷേത്രം എന്നാണ്. പക്ഷേ ഇത് ഗണപതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതെന്തായിരിക്കും അങ്ങനെ? നിങ്ങൾക്കിത് മുൻപേ അറിയായിരുന്നോ? ക്ഷേത്രത്തിലേക്കുള്ള ആ ഒരു ഗേറ്റ് കടന്ന് നമ്മൾ മുൻപോട്ടേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. ഞങ്ങളും എന്തായാലും ഇത് കഴിക്കാനായിട്ട് തന്നെയാണല്ലോ വന്നത്. അപ്പോൾ കയറുന്നതിന് മുൻപേ തന്നെ ഉണ്ണിയപ്പത്തിനുള്ള 2 ടിക്കറ്റ് ഞങ്ങൾ എടുത്തു. ഒരു പാക്കറ്റ് ഉണ്ണിയപ്പത്തിന് 40 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 2 പാക്കറ്റ് വാങ്ങി. കേരളത്തിലെ പ്രസിദ്ധമായ 5 ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. യഥാർത്ഥത്തിൽ ഇത് മണികണ്ഠേശ്വരം കിഴക്കേക്കര ശിവക്ഷേത്രമാണ്. കിഴക്കോട്ട് ദർശനമായ ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായ പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠ. എന്നിരുന്നാലും ക്ഷേത്രത്തിലെ ഉപദേവനും ശിവപാർവതി പുത്രനുമായ ഗണപതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ബാലഗണപതിയായിട്ടാണ് ഇവിടുത്തെ സങ്കല്പം. കൊട്ടാരക്കരയിൽ പ്രധാനമായും 2 ശിവക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് കിഴക്കേക്കര ശിവക്ഷേത്രവും മറ്റൊന്ന് പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും. കിഴക്കേക്കര ശിവക്ഷേത്രം അകവൂർ, ഊമൻപള്ളി എന്നീ നമ്പൂതിരി കുടുംബാംഗങ്ങളുടെ അധികാരത്തിലായിരുന്നു. പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിൻ്റെ അധികാരത്തിലുമായിരുന്നു. പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ചനായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാന്തടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി. അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്കു ശേഷം ഇവിടെ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ പ്രധാന പുരോഹിതൻ പെരുന്തച്ചൻ്റെ അപേക്ഷ നിരസിച്ചു. നിരാശനായ പെരുന്തച്ചൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തുകയും അവിടുത്തെ പ്രധാന പുരോഹിതനോട് ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു. പുരോഹിതൻ സമ്മതിക്കുകയും പെരുന്തച്ചൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. സന്തോഷവാനായ പെരുന്തച്ചൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകുമെന്ന് പറഞ്ഞു. ആ പ്രവചനം പിൽക്കാലത്ത് സത്യമായി. ഇന്ന് ഈ ക്ഷേത്രം ശിവക്ഷേത്രം എന്നതിലുപരി ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഇത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായിട്ട് ഉണ്ണിയപ്പം ആയതിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. അതെന്തെന്നാൽ ഇവിടുത്തെ ഗണപതിയെ ബാലഗണപതിയായിട്ടാണ് പെരുന്തച്ചൻ പ്രതിഷ്ഠിച്ചത്. പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്തച്ചൻ പോവുകയും ഗണപതി വിഗ്രഹത്തെ കണ്ട പുരോഹിതന് ഗണപതി എപ്പോഴും വിശന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നി. ശിവന് നിവേദിച്ച അവിലും മറ്റും ഗണപതി കട്ടെടുത്ത് ഭക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അമ്പലത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഓരോന്നായി അദ്ദേഹം ഗണപതിക്ക് നിവേദിച്ചു. എന്ത് നൽകിയിട്ടും ഗണപതി സംതൃപ്തനാകുന്നില്ല എന്ന് കണ്ട പുരോഹിതൻ ഗത്യന്തരമില്ലാതെ ഗണപതിക്ക് മുന്നിലിരുന്ന് തന്നെ അരിപ്പൊടിയും കദളിയും ശർക്കരയും ചേർത്ത് ചെറിയ ചെറിയ ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങി. അപ്പോൾ വിശപ്പ് നിൽക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഇവിടുത്തെ ഗണപതിക്ക് പ്രധാനമായ വഴിപാട് ഉണ്ണിയപ്പമായി മാറിയത്. മൂന്നടി ഉയരം വരുന്ന ദാരു വിഗ്രഹത്തിൽ തെക്കോട്ട് ദർശനമായാണ് ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത്. ഉളിയന്നൂർ പെരുന്തച്ചൻ തീർത്തതാണ് എന്ന് പറയപ്പെടുന്ന ഈ ഗണപതി വിഗ്രഹത്തിൽ ഉദയാസ്തമനമായി ഉണ്ണിയപ്പം മൂടുന്നതാണ് പ്രധാന വഴിപാട്. ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിലേക്ക് നോക്കിയിരിക്കുന്ന ഗണപതിയുടെ പ്രതിഷ്ഠ എന്നതാണ് ഇവിടുത്തെ സവിശേഷത.
നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള ഒരു മഹാക്ഷേത്രമാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം അഥവാ മണികണ്ഠേശ്വരം ശിവക്ഷേത്രം. ഉപദൈവങ്ങളായി അയ്യപ്പനും സുബ്രഹ്മണ്യനും നാഗദൈവങ്ങളും ഇവിടെ കുടികൊള്ളുന്നു. മേടമാസത്തിലെ തിരുവാതിര ദിവസമാണ് ശിവനുള്ള ഉത്സവം. ചിങ്ങമാസത്തിലെ ഗണേശ ചതുർത്ഥിയും പ്രധാനമാണ്. കൂടാതെ കുംഭമാസത്തിലെ ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിരാഘോഷം, കന്നിമാസത്തിലെ നവരാത്രി, മകരമാസത്തിലെ തൈപ്പൂയം, മീനമാസത്തിലെ പൈങ്കുനി ഉത്രം തുടങ്ങിയവയും അതിവിശേഷമാണ്. ഇവിടം വരെ എത്തിയിട്ട് ഗണപതി ഭഗവാൻ ഒരു തേങ്ങ ഉടക്കാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അവിടുത്തെ വഴിപാട് റെസീറ്റ് കൗണ്ടറിൽ ക്യൂ നിന്ന് 10 രൂപയുടെ ഒരു തേങ്ങ ഉടക്കുന്ന റെസീറ്റ് ആക്കി. അപ്പോഴാണ് അവർ പറഞ്ഞ് പുറത്തുനിന്ന് തേങ്ങ നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങണമെന്ന്. അങ്ങനെ പുറത്തേക്ക് പോയി ഞങ്ങളൊരു ചെറിയ തേങ്ങ വാങ്ങി അത് നല്ല പോലെ കഴുകി തേങ്ങ ഉടക്കാനുള്ള അങ്ങോട്ടേക്ക് പോയി. ഒരുപാട് പേര് ചാക്ക് കണക്കിന് തേങ്ങ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഉടക്കുന്നത്. അപ്പോൾ ആ തിരക്കിനിടയിൽ ഞാനും എൻ്റെ തലക്കും ശരീരത്തിന് ചുറ്റും ഒന്ന് ഒഴിഞ്ഞ് നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് ഉടച്ച് എല്ലാ വിഘ്നങ്ങളും അതോടെ പോട്ടെ. വഴിപാടും പ്രാർത്ഥനയെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉണ്ണിയപ്പം വാങ്ങാനായിട്ട് ആ കൗണ്ടറിൻ്റെ അങ്ങോട്ടേക്ക് പോയി. ഒരുപാട് പേര് കുറേ പാക്കറ്റ് കണക്കിന് ഉണ്ണിയപ്പമാണ് വാങ്ങിക്കൊണ്ടുവന്നത്. ഞങ്ങൾ 2 പാക്കറ്റേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾക്ക് കൗണ്ടറിൽ നിന്ന് കിട്ടി. എന്നിട്ട് ഞങ്ങൾ അവിടെ സൈഡിലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കഴിക്കാനായിട്ടിരുന്നു. ഈ ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനേക്കാളും ഒരു വ്യത്യസ്തമായ രുചിയാണുള്ളത്. അതിൽ പഞ്ചസാരയെല്ലാം തൂക്കിയിട്ടുണ്ടാകും. ഭയങ്കര സോഫ്റ്റാണ്. ഇവിടെ നമുക്ക് ഗ്രില്ലിലിട്ട് ഒരു വലിയൊരിത് കാണാം. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത് ഹോമകുണ്ടാണ്. ഇവിടെ ഉത്സവം നടക്കുമ്പോൾ, വിനായക ചതുർത്ഥിയൊക്കെ നടക്കുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഗണപതി ഹോമം നടത്താറുള്ളത്. അമ്പലക്കുളം കൂടി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഈ ഒരു മരം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട്. അതെന്ത് മരമാണെന്ന് എനിക്ക് എന്നിട്ടും മനസ്സിലായിട്ടില്ല. അതിലൊരു പ്രത്യേക തരം ഒരു പൂവ് കാണുന്നുണ്ട്. വലിയൊരു ബോളിൻ്റെ ആകൃതിയിലുള്ള ചെറിയ കായ്കൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മരത്തിനെ കുറിച്ചോ ഈ ഒരു പൂവിനെ കുറിച്ചോ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം കഴിക്കണമെന്നെൻ്റെ ആഗ്രഹം ഇത്തവണ സാധിച്ചു. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.